ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ട്രാവൽ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ് ആകുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ ഡ്രീം പ്ലേസ് ആയ ഗോവയായിരിക്കും. ആൻഡ് ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഗോവ ഡേ. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദ വീഡിയോ. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ടു മഡ്ഗോവയായിരുന്നു. ഉച്ചയ്ക്കായിരുന്നു നമ്മുടെ ട്രെയിൻ വന്നത്. ആൻഡ് നമ്മൾ വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മഡ്ഗോവ സ്റ്റേഷനിലെത്തി. പിന്നെ ക്യാബ് വന്ന് പിക്ക് ചെയ്തിട്ട് നമ്മുടെ റിസോർട്ടിലേക്ക് ആട്ടോ കൊണ്ടാക്കി. നമ്മുടെ കലങ്കട്ട് ബീച്ചിൻ്റെ അടുത്തുള്ള മൽബറി മിൻറ്റിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ എല്ലാം വന്നത്. പിന്നെ ഞങ്ങൾക്ക് മോർണിംഗ് ആയതുകൊണ്ട് ഞങ്ങളൊന്നും ഫുഡ് കഴിച്ചില്ല. പിന്നെ രാധാകൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ടു. അവിടെ പോയിട്ട് പ്യുവർ റിച്ചാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ള കലങ്കട്ട് ബീച്ചാണ്. പിന്നെ അവിടെ നിന്നൊരു ഹാഫ് ആൻ അവർ പോലും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് നടക്കാനായിട്ട്. അങ്ങനെ കലങ്കട്ട് ബീച്ചിൽ വന്നു. ഞങ്ങൾ അവിടെ കുറച്ച് വ്യൂ ഒക്കെ കണ്ട്. ആൻഡ് ഭയങ്കര തിരമാലയായിരുന്നു. അപ്പോൾ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല ആ സമയത്ത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് ബ്രെഡ് ടോസിലാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. അതിനുശേഷം അഗോഡ ഫോർട്ടിൽ പോയി. ആൻഡ് അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതാണ് നമ്മുടെ കലങ്കട്ട് ബീച്ചിൻ്റെ ഡേ വ്യൂ. ഭയങ്കര പീസ്, അധികം തിരക്കില്ല, നല്ലൊരു സമാധാനമുള്ളൊരു വ്യൂ ആണ്. ബട്ട് നമ്മൾ രാത്രി ആകുമ്പോൾ ഇതിൻ്റെ ടോട്ടലി ആ ഒരു വ്യൂ ചേഞ്ച് ചെയ്യാം കേട്ടോ. ആ ഒരു വൈബ് മാറുക, ലൈറ്റ് മ്യൂസിക് ആയിട്ട്. നെക്സ്റ്റ് ഡേ സൗത്ത് ഗോവയായിരുന്നു. ആൻഡ് അവിടെയാണെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ പോയത് ബോം ജീസസ് ബസിലിക്കയിലാണ്. ആൻഡ് അവിടെയാണെങ്കിൽ നമ്മുടെ ആർക്കിടെക്ചേഴ്സൊക്കെ ആണെങ്കിലും നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ അപ്പുറത്ത് തന്നെ ഒരു വേറെ ചേർച്ചും കൂടി ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയി. അവിടെ നല്ല രസമാണ്. അവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്കണൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ നല്ല സ്പോട്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ വെയിലായതുകൊണ്ട് നമുക്കിങ്ങനെ കുറേ നേരം നോക്കാനൊന്നും പറ്റിയില്ല. പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ നടന്നതൊക്കെ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ലഞ്ച് റിറ്റ്സിലായിരുന്നു. ഫിഷ് താലിയാണ് കഴിച്ചത്. നല്ല അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ശരിക്കും നമ്മുടെ ഫോർട്ട് കൊച്ചി ഏരിയ പോലെ തന്നെയായിട്ട് തോന്നുക. പിന്നെ അതിൻ്റെ അടുത്തൊരു ബീച്ച് ഉണ്ടായിരുന്നു. ആ ബീച്ചിലേക്ക് ഞങ്ങൾ പോയി. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ക്യാബില്ല. ഞങ്ങൾ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് എടുത്തത്. അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ബീച്ച് വ്യൂവിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ആൻഡ് അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ആൻഡ് നല്ല ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പകലൊന്നും അവിടെ തിരക്കില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഈ ഒരു അടുത്തൊരു ബീച്ചുണ്ട്. ആ ബീച്ചിൽ പോയി കുറച്ച് നേരം ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ വിശ്രമിച്ച് അതിനുശേഷം ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷൻ ബാഗ ബീച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ സൺസെറ്റ് ബാഗ ബീച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാട്ടോ. നല്ല എന്താ പറയുക, സൺസെറ്റൊക്കെ കാണാൻ നല്ല എല്ലാം മീൻസ് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിരുന്നത്. ആൻഡ് പിന്നെ നമുക്ക് ഞങ്ങളുടെ സ്റ്റേ എല്ലാം കലങ്കട്ട് ബീച്ചിലായതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ടൈമിങ്ങിന് തിരിച്ച് പോകണമല്ലോ. അതുകൊണ്ട് പിന്നെ നെക്സ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങൾ തിരിച്ച് വന്ന ഡേ ആണ്. കുറേ പർച്ചേസും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതൊക്കെ. അങ്ങനെ ഞങ്ങൾ പർച്ചേസും കഴിഞ്ഞ് കഫ്രയിൽ പോയി ഞങ്ങൾ ഫുഡും കഴിച്ച് തിരിച്ച് പാക്ക് ചെയ്ത് തിരിച്ച് നമ്മുടെ എറണാകുളത്തേക്ക് വരിക. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഗോവൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആൻഡ് ഇതിൻ്റെ പുറകെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അതിൽ കയറി ഞങ്ങൾ തിരിച്ചിങ്ങെത്തുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.